അപ്പോൾ തുർക്കിയിൽ നിന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഒന്ന് മാർബിൾ, രണ്ടാമത്തേത് ആപ്പിൾ, മൂന്നാമത്തേത് സ്വർണം, പച്ചക്കറികൾ, സിമന്റ്, നാരങ്ങ, മിനറൽ ഓയിൽ എന്നിവയാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ. തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആപ്പിൾ ഇറക്കുമതി 2023-24 റെക്കോർഡ് നിലവാരത്തിൽ എത്തിയിരുന്നു. ഏകദേശം 1,60,000 ടൺ ആപ്പിളാണ് ഈ കാലയളവിൽ ഇറക്കുമതി ചെയ്തത്. തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലെ ആപ്പിൾ കർഷകർ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെയും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെയും സമീപിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇനി തുർക്കിക്ക് ഇന്ത്യയുടെ ആ ഒരു വ്യാപാര സംഭവങ്ങളിലൂടെ ഇന്ത്യ ഒരു ഉഗ്രൻ പണിയാണ് തുർക്കിക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളാണ്. 2025 സാമ്പത്തിക വർഷം $284 കോടി ഉൽപ്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലെത്തിയത്. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ തുർക്കി വ്യാപാര ബന്ധത്തിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. 2023 ഫെബ്രുവരിയിൽ തെക്കൻ തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ സഹായാനുഭൂതിയുടെ മികച്ച ഉദാഹരണം പ്രകടമാക്കിയിരുന്നു. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തുർക്കി സർക്കാരിനെ സഹായിക്കുന്നതായി ഇന്ത്യ ഓപ്പറേഷൻ ദോസ്തി എന്ന പേരിൽ ദൗത്യം നടപ്പാക്കിയിരുന്നു. ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ആദ്യം എത്തിയ രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. പാകിസ്ഥാനെ സൈനികമായി സഹായിക്കുന്ന തുർക്കി നടപടിയെ തുടർന്ന് വ്യാപാര നിക്ഷേപ ബന്ധങ്ങളിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതകളാണ് ഇനി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. എന്തായാലും തുർക്കിക്ക് ആ ഒരു ഉപജീവന മാർഗം നല്ലൊരു വഴി വെട്ടിക്കൊടുത്തപ്പോൾ ആ വഴിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു പണം സ്വരൂപിച്ചു വെച്ച് ഈ അന്നം കൊടുക്കുന്ന നാടിനെ തന്നെ തിരിച്ച് പണി കൊടുക്കാൻ വേണ്ടി മറ്റൊരു ദിശയിലേക്ക് നീങ്ങി അവരുമായിട്ട് ആ ഒരു സൗഹൃദത്തോടു കൂടി നിന്നുകൊണ്ട് ആ രാജ്യത്ത് നിർമ്മിക്കുന്നതായിട്ടുള്ള ആ മിസൈലും ഡ്രോണുകളും സംഭവങ്ങളുമൊക്കെ പാകിസ്ഥാന് നൽകി പാകിസ്ഥാൻ വഴി 300-400-ലധികം ഡ്രോണുകളാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡ്രോണുകളൊക്കെ നിർമ്മിച്ചത് തുർക്കിയിലാണ്. അപ്പോൾ വളരെയധികം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും ആ ഒരു സഹായം തുർക്കിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്നും ഒരു ഉൽപ്പന്നവും ഇറക്കേണ്ട ഒരു കാര്യവുമില്ല. ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ തീരെയും ഇറക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കയറിപ്പോകുന്ന ആ ഒരു ഭക്ഷണ സാധനങ്ങൾ അത് നമ്മുടെ രാജ്യത്ത് തന്നെ അത് നല്ല രൂപത്തിൽ വില കുറച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഈ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഭക്ഷണ സാധനങ്ങൾ തന്നെ ധാരാളമാണ്. പക്ഷേ എന്ന് വിചാരിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കണ്ട എന്നല്ല. നമ്മളെ ദ്രോഹിക്കുന്ന രാജ്യങ്ങളെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനെതിരെ ശക്തമായി നല്ല രൂപത്തിലുള്ള ഒരു മറുപടി ഇതേ രൂപത്തിൽ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഒന്ന് നട്ടം തിരിയുകയും ചെയ്യും. അതുവഴി അവർ നല്ലവരായി ജീവിക്കാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യും. ഇപ്പോൾ പാകിസ്ഥാന് കഴിഞ്ഞ ആ ഒരു തുടക്കത്തിൽ തന്നെ മിസൈൽ ആക്രമണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ IMF-ൽ നിന്നും $8,500 ബില്യൺ വായ്പ കൊടുത്തത്. ഇത് വീണ്ടും ആ ഒരു ഇന്ത്യയുടെ എതിർപ്പ് മറികടന്ന് പാകിസ്ഥാന് വീണ്ടും IMF സഹായം രണ്ടാം ഗഡുവായി $8,700 ബില്യൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും അവരെ കൈപ്പിടിച്ച് ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് IMF-ഉം തയ്യാറെടുത്തിട്ടുള്ളത്. അത് നല്ലൊരു തീരുമാനമാണ്. കാരണം നമ്മളാരും യുദ്ധത്തെ ആഗ്രഹിക്കുന്നില്ല. ഏത് രാജ്യക്കാരായാലും സമാധാനത്തോടു കൂടി ആ രാജ്യത്തിൻ്റെ സംരക്ഷകരായി ആ രാജ്യത്തിൻ്റെ പുരോഗമനത്തിനായി പ്രവർത്തിക്കുന്ന ആ ഒരു പ്രധാനമന്ത്രിമാർ
അവരുടെ കൈകളിലൂടെ ആ രാജ്യത്തിൻ്റെ വികസനം നല്ല രൂപത്തിലായി വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് രാജ്യക്കാർക്കും ഏത് രാജ്യത്ത് വേണമെങ്കിലും അവർക്ക് സഞ്ചരിക്കാനും ആ രാജ്യത്തുള്ള അത്ഭുതകരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കാണാനും വളരെ സന്തോഷത്തോടു കൂടി ഈ ഭൂമി ലോകത്ത് ജീവിക്കാനും ആ ഒരു ഇഷ്ടം ഇല്ലാത്തവരായി ഒരു മനുഷ്യരും ഈ ലോകത്തില്ല. നമ്മൾ കഴിഞ്ഞ ആ ഒരു ദിവസങ്ങളിൽ കണ്ടിരുന്നു, ചെന്നൈയിൽ നിന്നും ആ ഒരു ഷിപ്പ് വഴി ശ്രീലങ്കയിൽ പോകുന്ന ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് കണ്ടിരുന്നു. അപ്പം നമ്മുടെ രാജ്യത്ത് കാണാനായിട്ട് ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളെയൊക്കെ മറികടന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കപ്പലിലായാലും ഫ്ലൈറ്റിലായാലും യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പൗരന്മാർ അവർ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ കടന്നു ആ രാജ്യങ്ങളിലുള്ള ഒട്ടനവധി സംഭവങ്ങൾ കണ്ട് അതിൽ ആടിത്തിമിർത്ത് അവരങ്ങനെ ജീവിച്ചു പോവുകയാണ്. അതിനൊന്നും ആരും ഒരു തെറ്റും കുറ്റവും പറയുകയില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനങ്ങൾ ഇതെല്ലാം കിട്ടിത്തുടങ്ങിയിട്ട് അവസാനം ആ വരുമാനത്തിൽ നിന്നും നമ്മുടെ രാജ്യക്കാരെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള ആ ഒരു സൈനിക സെറ്റപ്പിലേക്ക് ആയുധങ്ങൾ നിർമ്മിക്കുക, അത് നമ്മുടെ രാജ്യത്തിനെ തന്നെ ഇല്ലായ്മ ചെയ്യുക, ഈ ഒരു ലക്ഷ്യം തുർക്കി കുറച്ച് നാളുകളായിട്ട് ഉണ്ടാക്കി തുടങ്ങിയ ആ ഒരു വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഒരു മിനിറ്റ്, ചാർജ് പോയി. ഞാൻ ഷോപ്പിലായിരുന്നേ, അപ്പോൾ ചാർജ് വെക്കാൻ മറന്നുപോയി. പെട്ടെന്നാണ് കണ്ടത്. ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, ഷോപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ശ്രദ്ധയുണ്ടാവില്ല. അപ്പൊ ഇന്ത്യയുടെ കടുത്ത എതിർപ്പിനെ അന്താരാഷ്ട്ര നാണയനിധിയിൽ IMF നിന്ന് പാകിസ്ഥാന് വീണ്ടും സാമ്പത്തിക സഹായം കിട്ടി എന്നുള്ള വാർത്തയാണ് വന്നത്. അപ്പോൾ ദീർഘകാല വായ്പാ പദ്ധതിയായ എക്സ്റ്റൻഡ് ഫണ്ട് ഫെസിലിറ്റി EFF പ്രകാരം രണ്ടാം ഗഡുവായ $8,700 ബില്യൺ ആ ഒരു ബില്യൺ ഡോളറാണ് പാകിസ്ഥാന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള സാധാരണക്കാരുടെ ആ ഒരു പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് വേണ്ടുന്ന രൂപത്തിൽ കുറേ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടണം. ആ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടി കുറച്ച് നാളുകൾ ഭീകര പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് നീങ്ങി ഇന്ത്യയുമായിട്ടൊന്ന് ഉടക്കണം. അതിനുശേഷം ഇന്ത്യക്ക് നേരെ തന്നെ ആ ഒരു നിറയൊഴിക്കണം. ഇത് എക്കാലവും തുടങ്ങിയ ഒരു കാര്യങ്ങളാണ്. പാകിസ്ഥാന്റെ ആ ഒരു ചരിത്ര സംഭവങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെ ദ്രോഹിക്കാത്ത സമയങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ചരിത്രം അങ്ങനെയാണ്.